നിങ്ങൾ A+ ഒന്നും ലെവലല്ല എന്ന് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം വടകര ഒളിച്ചോടി ആരാന്ന് നിങ്ങൾ 22 വയസ്സുള്ള MBBS ഡോക്ടർ. MBBS എന്ന് പറഞ്ഞാൽ A+ കിട്ടി 10ാം ക്ലാസ്സിൽ. LSS USS +2 1200 MBBS ഗോൾഡ് മെഡലിസ്റ്റ് സുന്ദരിയായ പെൺകുട്ടി. പെട്ടെന്ന് നമ്മൾ പിടിച്ച് കൊയിലാണ്ടിന്ന് പിടിച്ച് കാമുകനും ചിരിച്ച് മരിച്ചുപോയി. അങ്ങനെ ആ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചല്ല പെൺകുട്ടി ഇനി കേടുന്ന് കിട്ടി ഈ ചങ്ങായിന, ഓന്റെ മുടിയും ഓന്റെ ഡ്രസ്സൊന്നും എനിക്ക് വിഷയമല്ല കേട്ടോ, അതല്ല ഓരോരുത്തരുടെ അവകാശം. പക്ഷെ ഓൻ 7 മയക്കുമരുന്ന് കേസില്ല പ്രതിയാ. അതാണ് എന്റെ വിഷയം. A+ കിട്ടിയ LSS കിട്ടിയ ഗോൾഡ് മെഡലിസ്റ്റ് ആയ ഡോക്ടർ 7 മയക്കുമരുന്ന് കേസിലെ പ്രതിന്റെ കൂടെ ഒളിച്ചോടണമെങ്കിൽ എന്ത് വിദ്യാഭ്യാസം ആ കുട്ടിക്ക് നമ്മൾ കൊടുത്തത്? ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആ കുട്ടി പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പത്രം വായിച്ചിട്ടുണ്ടോ ആ കുട്ടി? ഇല്ല. അതുകൊണ്ടായിരിക്കില്ലേ. എന്തായാലും ഞാൻ ആ കുട്ടിയോട് ചേർന്ന് കിട്ടിയടാ എനിക്ക് പെണ്ണ് ചക്കന. ഓളെന്നോട് പറഞ്ഞു പോലീസ് നിങ്ങൾ കേൾക്കണം. അവന് പറ എങ്ങനെയാ ഇനി ഇവനോട് പോയത്? പോലീസേ എനിക്കാദ്യമായി ഉമ്മ തന്നത് ഓനാണ്. അങ്ങനെ ആദ്യമായിട്ട് ഉമ്മ തന്നാൽ എന്റെ ചാരിത്രം പോയില്ലേ പോലീസേ? എനിക്ക് ചിരി വന്നിട്ടൊരു നിവൃത്തിയില്ല. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാ? ഒരു ഉമ്മ ആർക്കെങ്കിലും ഒരു കുട്ടിക്ക് കിട്ടിയാൽ ആ കുട്ടിയുടെ ചാരിത്രം പോയി എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മളെ മക്കൾ A+ ജീവിക്കുന്നതെന്നുള്ള ബോധം എനിക്ക് അതിനുശേഷം സങ്കടമായി. MBBS കഴിഞ്ഞ A+ കിട്ടിയ കുട്ടിക്ക് ഒരു ഉമ്മ കൊടുത്തപ്പോ ചാരിത്രം പോയി എന്ന് തോന്നിയിട്ടുണ്ട് എങ്കിൽ 6ാം ക്ലാസ്സിലെ കുട്ടി റോഡിന്റെ മേലെ കൂടി നടന്നു പോകുന്ന എന്റെ മോക്ക് ആ പീടിയന്റെ ബേക്കിലായിട്ട് ഏതെങ്കിലും കോന്തപ്പം ബൈക്കൊണ്ടൊഴിച്ച് ഉമ്മ കൊടുത്തിട്ടുണ്ട്, ഓളും പറയില്ലേ ചാരിത്രം പോയി എന്ന്?